എൻ്റെ മാമൻ എന്നോട് അങ്ങനെ ചെയ്തു. എൻ്റെ പേഴ്സണലിൽ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വളരെ പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. പക്ഷേ എന്നെ അത്രയും വേദനിപ്പിച്ചിട്ടുള്ള കുറച്ച് മെസ്സേജിൻ്റെ കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സ്വന്തം മകളെ പോലെയോ അതല്ലെങ്കിൽ പെങ്ങളെ പോലെയോ കാണേണ്ട മക്കളെ പല രീതിയിലുള്ള കണ്ണുകളിലൂടെ കണ്ടിട്ട് അവരെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് മാന്യന്മാരുണ്ട് നമ്മുടെ ചുറ്റിലും. പക്ഷെ നമുക്കാർക്കും അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടികൾ, ഇത് ഫേസ് ചെയ്യുന്ന പെൺകുട്ടികൾ മറ്റുള്ളവരോട് ഓപ്പണായിട്ട് പറയാനും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി ഇങ്ങനൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും അടുത്തതായിട്ടുള്ള ഒരാളോട് ഈ ഒരു കാര്യം കറക്റ്റ് സംസാരിച്ചിട്ട് അതിനൊരു തീരുമാനം എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങളൊരു സൂയിസൈഡിലേക്ക് വരെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണായിട്ട് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒന്നല്ല. സ്വന്തം മകളായിട്ടും അതല്ലെങ്കിൽ പെങ്ങന്മാരായിട്ടും കാണേണ്ടവരൊക്കെ നമ്മളെ മക്കളെയൊക്കെ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളൊക്കെ മുന്നോട്ട് പോകാം. കൂടുതൽ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക.